ഇച്ഛ. ആ വിളിയിൽ തന്നെ അവളുടെ ശബ്ദം നേർത്തിരുന്നു. കണ്ണിൽ നിന്നുതിർന്ന കണ്ണുനീർ തുള്ളികൾ അവന്റെ നെഞ്ചിൽ പതിഞ്ഞു. അവളുടെ കണ്ണീർ വീണ നെഞ്ചകം ചുട്ടുപൊള്ളുന്ന പോലെ തോന്നിയവന്. എടാ കുഞ്ഞൂസേ. അവന്റെ ആ വിളിയിലുണ്ടായിരുന്നു എല്ലാം. തന്റെ പ്രിയപ്പെട്ടവളോട് അത്രമേൽ ഇഷ്ടം തോന്നുമ്പോൾ അവളെ വിളിക്കുന്ന പേര്. എന്താടാ ഇത്? 1 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ദാ കണ്ണടച്ച് തുറക്കുന്ന പോലെ പോകുന്നേ. ദേ, നമ്മുടെ കെട്ടുകല്യാണം കഴിഞ്ഞപ്പോൾ ഒന്നേ ഞാൻ പറഞ്ഞുള്ളൂ, ഈ കണ്ണുകൾ ഒരിക്കലും നിറയരുതെന്ന്. എനിക്കത് സഹിക്കാൻ കഴിയില്ലടി പെണ്ണെ. പറയുന്നതിനോടൊപ്പം അവളെ അവൻ നെഞ്ചിൽ ചൂടി പൊതിഞ്ഞു പിടിച്ചിരുന്നു. അവന്റെ ഇടനെഞ്ചിൽ സങ്കടപ്പേമാരി പെയ്തൊഴിക്കുമ്പോൾ അവളുടെ ഓർമ്മകൾ 6 മാസം മുമ്പുള്ള ദിവസത്തിലേക്ക് പോയിരുന്നു. പപ്പ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. പയ്യനൊന്ന് നേരിട്ട് കാണാതെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല. അതിനല്ലേടി ഇപ്പം വീഡിയോ കോൾ ഉള്ളത്. നീ ഒന്ന് വിളിച്ച് കണ്ടു നോക്ക്. ഞങ്ങളൊക്കെ പോയി കണ്ടതാ. നമ്മളെ നല്ല കുടുംബമാ. അന്വേഷിച്ചപ്പോൾ ആരും ഒരു ദോഷവും പറഞ്ഞില്ല. മാത്രമല്ല യൂറോപ്പിൽ നല്ലൊരു ജോലിയും. പപ്പ, എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട്. എന്താടി നിന്റെ ഇഷ്ടം? 26 വയസ്സാവുന്നു. ലോകത്തുള്ള ഏത് ആമ്പിള്ളാരെ കണ്ടാലും അവൾക്ക് ബോധിക്കില്ല. ചോദിച്ചാ പറയും സ്പാർക്ക് വന്നില്ലെന്ന്. ഇനി നിന്റെ ഇഷ്ടങ്ങൾക്ക് തുള്ളാൻ ഇവിടെ പറ്റില്ല. ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം തന്ന് ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു തന്ന് വഷളാക്കിയത് ഞാൻ തന്നെ. അതുകൊണ്ട് ഈ കല്യാണം നടക്കണം. രാത്രിയിൽ ഉറക്കമില്ലാതെ ജനലരികളിൽ നോക്കിക്കിടക്കുമ്പോൾ പപ്പയുടെ വാക്കുകളായിരുന്നു മനസ്സ് നിറയെ. ഒന്നിനു വേണ്ടിയും ഇന്ന് വരെ വാശി പിടിക്കേണ്ടി വന്നിട്ടില്ല. എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു തരുന്ന അപ്പൻ. പല പെണ്ണുകാണലും ഞാൻ തന്നെ മുടക്കിയപ്പോൾ സാരമില്ലടാ, നീ നിനക്ക് ഇഷ്ടമുള്ളവനെ കെട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് കൂടെ നിന്ന അപ്പയുടെ മാറ്റം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വന്നില്ല. ആദ്യമായാണ് പപ്പയോട് വഴക്കിടുന്നത്. അല്ലെങ്കിലും പെൺകുട്ടികൾക്ക് എന്നും അപ്പന്മാരോടൊരു സ്നേഹക്കൂടുതലുണ്ടല്ലോ. പക്ഷെ എൻ്റെ കാര്യം എടുത്താൽ പപ്പയാണ് എനിക്കെല്ലാം. ഓരോന്നാലോചിച്ച് ഉറക്കമില്ലാതെ ഇരുന്നപ്പോഴാണ് മമ്മിയുടെ നിലവിളി കേട്ടത്. ഓടിച്ചെന്ന് നോക്കിയതും നെഞ്ചുവേദനയിൽ പുളയുന്ന പപ്പയെ കാണുകെ ശ്വാസം നിലച്ചു പോയിരുന്നു. ICUവിൻ്റെ വാതുക്കൽ എല്ലാം തകർന്നവരെ പോലെ നിൽക്കുന്ന മമ്മിയെയും അനിയനെയും കാണുകെ ഒരുതരം കുറ്റബോധം എന്നെ വന്ന് പൊതിയാൻ തുടങ്ങി. പപ്പയ്ക്കുണ്ടായത് ഒരു മൈനർ അറ്റാക്ക് ആണെന്നും അതിനുള്ള പോസിബിലിറ്റി ഡോക്ടർ നേരത്തെ പറഞ്ഞതിൻ്റെ പേരിലായിരുന്നു ഈ കല്യാണാലോചനയ്ക്ക് പപ്പ നിർബന്ധം പിടിച്ച് എന്നറിഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ പാതി സമ്മതം മൂളി. അല്ലെങ്കിലും പെൺകുട്ടികൾക്ക് കല്യാണകാര്യങ്ങളിൽ 100 സങ്കല്പങ്ങൾ ഉണ്ടാകുമല്ലോ. പണ്ടു മുതലേ ചായ കൊടുത്തുള്ള ഏർപ്പാട് കലിയായിരുന്നു. ആര് വേണമെങ്കിലും പ്രേമിച്ചോ എന്ന് അപ്പൻ ഫുൾ ലൈസൻസ് തന്നിട്ടും ഇന്ന് വരെ പ്രേമിക്കാൻ പറ്റിയ ഒരാളെ കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു സത്യം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്പാർക്ക് വന്നില്ല. എല്ലാ കാര്യങ്ങളിലും വളരെ ബോൾഡായി തീരുമാനമെടുക്കാറുള്ള ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യത്തിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നതോർത്ത് എന്നോട് തന്നെ പുച്ഛം തോന്നി. എല്ലാവരുടെയും നിർബന്ധത്തിൽ വീഡിയോ കോൾ നടത്തി. എൻ്റെ സങ്കല്പങ്ങൾക്ക് ഒത്ത ആളാണെന്ന് കണ്ടിട്ട് തോന്നിയില്ല. ഇഷ്ടക്കുറവുള്ളതുകൊണ്ട് ആവണം. അധികം സംസാരിക്കാതെ വീട്ടുകാരുടെ കയ്യിൽ ഫോൺ കൊടുത്ത് തടി തപ്പി. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കും വരവും കഴിഞ്ഞ് എൻ്റെ കാര്യത്തിൽ എല്ലാവരും തീരുമാനമെടുത്തപ്പോൾ മനസ്സിൽ ഒരുതരം നിർവികാരതയായിരുന്നു. എന്തോ നോ പറയാൻ മനസ്സും ശരീരവും അനുവദിക്കാത്ത അവസ്ഥ. ഇത് നിന്റെ വിധി തന്നെയാണ്. ദൈവം എൻ്റെ മോൾക്കായിട്ട് കൊണ്ടുവന്ന പയ്യൻ തന്നെ. ഒറ്റ കാര്യത്തിലേ പപ്പയ്ക്ക് സങ്കടമുള്ളൂ. നിങ്ങൾ 2 പേരും അക്കരെയും ഇക്കരെയും നിൽക്കണ്ടേ. വർഷത്തിൽ 1 മാസമേ ലീവുള്ളൂ. പപ്പയുടെ പറച്ചിൽ കേട്ടപ്പോൾ ഓർത്തത് 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാനെടുത്ത എൻ്റെ പ്രതിജ്ഞ ഓർത്താണ്. ഒരിക്കൽ പനിയായിട്ട് ഹോസ്പിറ്റലിലിരിക്കുമ്പോൾ ഒരു നിറവയറുള്ള ചേച്ചി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കാണുന്നത് കണ്ടപ്പോൾ തന്നെ പാവം തോന്നി. അത്രയ്ക്ക് ക്ഷീണമുള്ള വയ്യാത്ത ഒരു മുഖം. ഞാൻ നോക്കി നിൽക്കുകയാണ്. ആളുടെ കാല് മടിഞ്ഞത്. ഓടിച്ചെന്ന് ചേച്ചിയെ താങ്ങി വേണ്ട മരുന്ന് മേടിച്ചു കൊടുത്തപ്പോഴാണ് ചേച്ചിയുടെ കഥ എന്നോട് പറയുന്നത്. ഹസ്ബൻഡ് ദുബായിലാണെന്നും ഒറ്റയ്ക്ക് വേണം കാര്യങ്ങൾ നടത്താനും എന്ന്. സ്വന്തം കെട്ടിയോൻ കൂടെയില്ലാത്ത ആ ചേച്ചിയുടെ അവസ്ഥ കണ്ടപ്പോൾ അന്നെടുത്ത തീരുമാനമായിരുന്നു എന്തൊക്കെ വന്നാലും വെളിയിൽ നിന്ന് ഒരാലോചന വേണ്ടെന്ന്. ഇപ്പോൾ ഇത് ഒരാശ്വാസമായി തോന്നി.
വിവാഹം കഴിഞ്ഞ് 1 മാസം സഹിച്ചാൽ മതിയല്ലോ, പിന്നെ ശല്യം ഉണ്ടാവില്ല. അടുത്ത ലീവിന് വരുന്നതിന് മുൻപ് ദൂരെ എവിടെയെങ്കിലും എനിക്ക് ഒരു ജോലി നോക്കാം, മാറാം. മനസ്സിൽ പല പദ്ധതികളും കണക്കുകൂട്ടി. ആൾക്ക് ലീവിലായിരുന്നത് കൊണ്ട് തന്നെ 4 മാസം കഴിഞ്ഞ് നടത്താമെന്ന് തീരുമാനിച്ചു. ഒരിക്കൽ ഫോണിൽ പതിവ് പോലെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും മെസ്സേജ് വരുന്നത്. കെട്ടാൻ പോകുന്നവന്റെ മെസ്സേജ് ആണെന്ന് തിരിച്ചറിഞ്ഞതും എന്തോ വല്ലാത്ത ദേഷ്യമാണ് വന്നത്. പിന്നീട് തുടരെയുള്ള ഫോൺ വിളികളും മെസ്സേജ് അയപ്പും ആദ്യം തന്നെ ഒരു ഡിസ്റ്റൻസും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും എല്ലാം തുറന്നു പറയുന്ന സംസാരം കേൾക്കി വല്ലാത്ത ദേഷ്യമായിരുന്നു തോന്നിയിരുന്നത്. ആളുടെ അടുത്ത് ഞാൻ വല്ലാത്ത ഒരു ഗ്യാപ്പ് ഇട്ടിരുന്നു. എപ്പോഴോ എൻ്റെ ഒരു റിപ്ലൈ പോലും കിട്ടാഞ്ഞിട്ടും എന്നെ കെയർ ചെയ്യുന്ന സ്നേഹിക്കുന്ന സംസാരം കേൾക്കി എവിടെയോ കുറ്റബോധം തോന്നി തുടങ്ങി. ഒരുപാട് പ്രതീക്ഷയോടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാത്തിരിക്കുന്ന ഒരാൾ. പിന്നെയുള്ള സംസാരങ്ങൾ വെറുതെയാണെങ്കിലും കേട്ടിരിക്കാൻ തുടങ്ങി. എൻ്റെ അതേ രീതിയിലുള്ള അതേ സ്വഭാവമുള്ള ഒരാൾ. ചുരുക്കി പറഞ്ഞാൽ എന്തിനും ഏതിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരാൾ. ദിവസങ്ങൾ കഴിഞ്ഞു പോകെ എവിടെയൊക്കെയോ എൻ്റെ മനസ്സ് ആ ഫോൺ വിളി കാത്തിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചാൽ എന്തോ ഒരു ഇഷ്ടവും. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ജീവിതത്തിലെ ഏറ്റവും അധികം സ്വപ്നം കണ്ട വിവാഹ വസ്ത്രത്തിൽ വെള്ള ഗൗണിട്ട് ഒരു മാലാഖയെ പോലെ ആളുടെ അരികിൽ നിൽക്കുമ്പോൾ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, എങ്ങനെയും ആളെ സ്നേഹിക്കാൻ പറ്റണേയെന്ന്. പുതുതായി വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ എല്ലാ പെണ്ണുങ്ങളെയും പോലെ ആകുലതകളും പരിഭ്രാന്തിയുമായി നിന്നപ്പോൾ ഫസ്റ്റ് നൈറ്റ് നമുക്ക് നമ്മുടെ വീട്ടിൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് കാറിൻ്റെ അരികിലേക്ക് പോകുന്ന ആളെ കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ തറഞ്ഞു നിന്നുപോയി. എന്താടോ താൻ അന്തം വിട്ട് നിൽക്കുന്നേ? നമ്മുടെ വീടെന്ന് പറഞ്ഞത് തൻ്റെ വീട് തന്നെയാ. ഇനി മുതൽ എൻ്റെ നിന്റെ എന്നൊന്നുമില്ല, നമ്മുടേതേ ഉള്ളൂ. ആ പറച്ചിൽ കേൾക്കെ ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു എനിക്ക്. എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് എൻ്റെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞത് എന്നോർത്ത് ഒരു വേള അത്ഭുതം തോന്നി. പിന്നീട് അങ്ങോട്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടാകാനുള്ളൂ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് പപ്പ ഇല്ലല്ലോ, അതുകൊണ്ട് തൻ്റെ പപ്പയെ ഞാനങ്ങ് എടുക്കുക, തനിക്ക് കുശുമ്പൊന്നും തോന്നണ്ട എന്ന് പറഞ്ഞ് വീട്ടിലെത്തിയ മുതൽ ഞാൻ പപ്പയുടെ പുറകെ നടക്കണ പോലെ. നടക്കുന്ന ആളെ കണ്ടപ്പോൾ നേരിയ ഒരു കുശുമ്പ് മുള പൊട്ടുന്നത് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ പപ്പയുടെ മുഖത്തെ നിറഞ്ഞ പുഞ്ചിരി കണ്ടപ്പോൾ ആ കുശുമ്പിന് നിമിഷ നേരത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ രാത്രിയിൽ കട്ടിലിൻ്റെ അറ്റത്ത് കിടക്കുമ്പോൾ മനസ്സ് പെരുമ്പറ കൊട്ടുകയായിരുന്നു. അപ്പോഴാണ് ആളുടെ അസ്ഥാനത്തെ ചോദ്യം, എടോ തനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ആരെയാ? ആളുടെ ചോദ്യത്തിന് മൗനമായിരുന്നു എൻ്റെ മറുപടി. എനിക്കറിയാടോ തനിക്കിഷ്ടം പപ്പയാന്ന്, പക്ഷേ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ഈ പെണ്ണിനെയാന്ന് പറഞ്ഞ് എൻ്റെ നെറ്റിയിൽ ചുംബനം തരുമ്പോൾ ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു സന്തോഷം എന്നെ പൊതിയുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ സങ്കടം കണ്ടിട്ടാവണം എൻ്റെ വലം കൈയിൽ ആൾ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിനക്ക് ഞാനില്ലേ എന്ന് പറയാതെ പറയും പോലെ. കല്യാണം കഴിഞ്ഞ് 2-ാം ദിവസം പനി വന്ന് വിറയ്ക്കുന്ന രാത്രിയിൽ ഉറക്കം കളഞ്ഞു കൂട്ടിരുന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആളെ കാണുകെ എൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. വേണ്ട, പനി പകരുമെന്ന എൻ്റെ പറച്ചിൽ. എൻ്റെ പെണ്ണിൻ്റെ പനിയല്ലേ, അത് കിട്ടുവാണേൽ കിട്ടട്ടെ, ഞാൻ സഹിച്ചോളാമെന്ന് പറഞ്ഞ് ഒന്നുകൂടി എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, അതെ പപ്പയുടെ സെലക്ഷൻ ഒട്ടും തെറ്റിയിട്ടില്ല, ദൈവം എനിക്കായി തന്നത് തന്നെ. പീരീഡ്സിൻ്റെ ദിവസങ്ങളിൽ നടുവേദനയും വയറുവേദനയുമായി പുളയുമ്പോൾ ചൂട് പിടിച്ചു തരാനും എന്താഗ്രഹം പറഞ്ഞാലും അതപ്പം തന്നെ സാധിച്ചു തരാനും എൻ്റെ എല്ലാ പൊട്ടത്തരങ്ങൾക്കും ഒരു മടിയില്ലാതെ കേട്ടിരിക്കാനും എൻ്റെ ചെറിയ കുറുമ്പുകൾക്ക് കൂട്ടുനിൽക്കാനും ഒരാൾ. പിന്നീട് അങ്ങോട്ട് ഒരു പ്രണയകാലമായിരുന്നു. സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെ കൊണ്ട് ഒരു വസന്തകാലം. ദിവസങ്ങൾ കൊണ്ട് ഞാൻ ഇച്ഛായൻ്റെ പെണ്ണായി മാറുകയായിരുന്നു. ഞാൻ ഇച്ഛൻ്റെ കുഞ്ഞൂസും. ജീവിതം എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ്. നമ്മൾ എത്രയൊക്കെയോ പ്ലാൻ ചെയ്താലും ദൈവം ചില വിധികൾ കരുതി വെച്ചിട്ടുണ്ടാവും. ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് അത് തന്നെയാവും. ദിവസങ്ങൾ ശരവേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് വേണ്ടി ഇച്ചായൻ 1 മാസം കൂടി ലീവ് നീട്ടി. 2 മാസം എത്ര പെട്ടെന്നാ പോയത്. നീ എന്താടി കുരുപ്പേ ആലോചിച്ചു കൂട്ടുന്നത് എന്ന ഇച്ചായൻ്റെ ചോദ്യമാണ് യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ആളുടെ നെഞ്ചിൽ മുഖമുരസി ഞാൻ പറഞ്ഞു, ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം
എനിക്കെൻ്റെ ഇച്ഛായനെയാണ്. അത് കേട്ടപ്പോൾ ആ കണ്ണുകൾ തിളങ്ങുന്നത് ഇരുട്ടിലും ഞാൻ കണ്ടിരുന്നു. ഞാൻ പോകുമ്പോൾ എന്ത് സമ്മാനമാ എനിക്ക് തരുന്നത് എന്ന ആളുടെ ചോദ്യത്തിന് ആ ഇടനെഞ്ചിലെ മറുകിൽ പല്ലുകൾ ആഴ്ത്തി നല്ല ഒരു കടി വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ സമ്മാനം, തിരികെ വരുന്നത് വരെ എന്നെ മറക്കാതിരിക്കാൻ. പിറ്റേന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ വിധി എന്ന രണ്ടക്ഷരമോർത്ത് കരയുകയായിരുന്നു. ഒരിക്കൽ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടാൽ മതിയെന്ന് വിചാരിച്ചിരുന്നിടത്ത് എത്ര പെട്ടെന്നാണ് ഞാൻ മാറിയത്. ഇന്നെൻ്റെ ഹൃദയം തകർന്നു പോകുന്ന വേദനയിൽ കരയാതെ പിടിച്ചു നിൽക്കാൻ പാടുപെടുകയായിരുന്നു. കാത്തിരിപ്പിന് വല്ലാത്തൊരു സുഖമാണെന്ന് എവിടെയോ വായിച്ചതായി ഓർക്കുന്നു. പക്ഷെ വെറുതെയാണ്. ഈ ലോകത്ത് കാത്തിരിപ്പിനോളം വേദന നിറഞ്ഞതായി ഒന്നുമില്ല. പെട്ടെന്നൊരു ദിവസം കൂടെ ഉണ്ടായിരുന്ന ജീവന്റെ പാതിയുടെ വേർപാട്, അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. രാത്രിയിൽ ഇച്ഛൻ്റെ നെഞ്ചിൽ തല വെച്ചവൾ തലയിണയെ കൂട്ടുപിടിച്ച് അത് കണ്ണീരിൽ കുതിർന്നതും കലണ്ടറിൽ ഓരോ ദിവസം എണ്ണി അത് വെട്ടിത്തീർത്തും ഊണിലും ഉറക്കത്തിലും നീറുന്ന ഓർമ്മകൾ കൊണ്ട് മനസ്സ് പുകയുന്ന അവസ്ഥ, അതൊരു പ്രവാസിയുടെ ഭാര്യയ്ക്ക് മാത്രമേ അറിയൂ. ചില ദിവസങ്ങളിൽ ഫോൺ വിളിക്കുമ്പോൾ എന്താ എൻ്റെ പെണ്ണിൻ്റെ സൗണ്ട് വല്ലാതെ ഇരിക്കുന്നേ എന്നാൽ പരാതി പറയുമ്പോൾ ഒരു വാക്ക് മിണ്ടിപ്പോയാൽ വിതുമ്പിപ്പോകും എന്നറിയാവുന്നതുകൊണ്ട് തലവേദനയാണെന്ന് കള്ളം പറയും. ഫോൺ വിളി കഴിഞ്ഞ് അപ്പുറത്ത് കോൾ കട്ടാവുകയും കണ്ണിൽ കണ്ണുനീരും മനസ്സിൽ വേദനയും തിങ്ങി നിറയും. ഉറക്കമില്ലാതെ കണ്ണീരിനെ കൂട്ടുപിടിച്ച രാത്രികൾ, ശരിക്കും ഭ്രാന്തമായ അവസ്ഥ. കൂട്ടുകാരികൾ തൻ്റെ ഹസ്ബൻഡ്സിനോടൊപ്പം യാത്ര പോവുകയും അവരുടെ ഒരുമിച്ചുള്ള ഫോട്ടോകളും ആ സന്തോഷവും കാണുമ്പോൾ വെറുതെ മനസ്സ് കൊതിച്ചു പോകും, ഒന്ന് അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന്. ഞങ്ങളെക്കാൾ 2 ആഴ്ച കഴിഞ്ഞ് കല്യാണം കഴിച്ച കൂട്ടുകാരി വിളിച്ച്, ഞാൻ പ്രഗ്നന്റാ, നിനക്ക് വിശേഷം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൈ അറിയാതെ വയറിലേക്ക് നീണ്ടിരുന്നു. വീട്ടിലുള്ള ഫംഗ്ഷനുകളിലും ഹോസ്പിറ്റലിലേക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ചുറ്റുമുള്ളവരുടെ ചോദ്യങ്ങളും മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. ഓണവും ക്രിസ്മസും പിറന്നാൾ ഒക്കെ തൻ്റെ പ്രിയപ്പെട്ടവൻ അടുത്തില്ലാതെ ആഘോഷിക്കുമ്പോൾ ചിരിയുടെ മുഖംമൂടി വെറുതെ അണിഞ്ഞ് സന്തോഷം അഭിനയിക്കാൻ നന്നായി പാടുപെടുകയായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഓരോ ദിവസത്തിനും ഒരു യുഗത്തിൻ്റെ ദൈർഘ്യമുണ്ടെന്ന് തോന്നി. ഫോൺ വിളിക്കുമ്പോൾ എൻ്റെ പെണ്ണിന് എന്താ കൊണ്ടുവരേണ്ടേ എന്ന ചോദ്യത്തിന് എനിക്കൊന്നും വേണ്ട ഇച്ചാ, അടുത്ത മാസം നമ്മുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചുണ്ടായാൽ മതിയെന്ന എൻ്റെ പറച്ചിൽ. അപ്പുറത്ത് അത് കേട്ട് ആ ഹൃദയം സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും നിറയുന്നുണ്ടായിരുന്നു. മറുപടിയായി അതിന് 2 ദിവസം മുമ്പേ ഞാനെത്തും. വരുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞൂസിന് ഒരു സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ടെന്നും പറഞ്ഞപ്പോൾ ഇനി നീണ്ട കാത്തിരിപ്പിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തപ്പോൾ നഷ്ടപ്പെട്ടു പോയ എന്തോ ഒന്ന് തിരിച്ചു കിട്ടിയ ഫീലായിരുന്നു. എന്നാൽ അതിന് വലിയ ആയുസില്ല എന്നറിഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞാണ്. എടാ, ഇവിടെ ജോലിയായി ബന്ധപ്പെട്ട് അത്യാവശ്യം വന്നതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് വിളിച്ചു പറയുമ്പോൾ കൈ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ മുറുകെ ചേർത്ത് പൊട്ടിക്കരഞ്ഞിരുന്നു. ഏപ്രിൽ 14 ആനിവേഴ്സറിയുടെ അന്ന് രാവിലെ പള്ളിയിൽ പോയി തിരികെ റൂമിലേക്ക് വന്നതും 2 കൈകൾ വയറിൽ ചുറ്റിപ്പിടിച്ചതും ഒരുമിച്ചായിരുന്നു. തിരിഞ്ഞു നോക്കാതെ തന്നെ പ്രിയപ്പെട്ടവന്റെ ഗന്ധം തിരിച്ചറിഞ്ഞിരുന്നു. ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ കുറേ നേരം ഞങ്ങൾ അങ്ങനെ തന്നെ നിന്നു. അപ്പോഴും 2 പേരുടെയും കണ്ണും മനവും ഒരുപോലെ നിറഞ്ഞിരുന്നു. എടാ ഇച്ചായ, എന്തിനാടാ എന്നെ പറ്റിച്ചത് എന്ന് പറഞ്ഞ് ആ നെഞ്ചിൽ പിച്ചുകയും മാന്തുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ പെണ്ണിനൊരു സർപ്രൈസ് തരാനല്ലേടാ, ക്ഷമിക്കടീ. അപ്പോൾ ഇതായിരുന്നു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഒത്തിരി സന്തോഷത്തോടെ ആളെ ഞാൻ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയതും എൻ്റെ പെണ്ണ് കണ്ണൊന്നടക്കി, നിനക്ക് ആനിവേഴ്സറി ഗിഫ്റ്റ് വേണ്ടേ, അതാ ശരിക്കുള്ള സർപ്രൈസ് എന്ന് പറഞ്ഞ് എൻ്റെ കണ്ണുകൾ മൂടി കയ്യിൽ എന്തോ വെച്ചു തന്നു. കണ്ണു തുറന്നതും കണ്ടത് ഒരു കവറാണ്. തുറന്നു നോക്കിയതും ഈ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള ടിക്കറ്റും വിസയും. വിശ്വാസം വരാതെ ആ മുഖത്തേക്ക് നോക്കിയതും ഇനി എൻ്റെ പെണ്ണില്ലാതെ ഇച്ഛായിന് വയ്യടാ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചിരുന്നു. ഇനി എന്താ എൻ്റെ കുഞ്ഞൂസ് എനിക്ക് ഗിഫ്റ്റ് തരുന്നത് എന്ന ചോദ്യം ചോദിച്ചതും ഓടിപ്പോയി ആ നെഞ്ച് മുഖമമർത്തി ഇച്ഛനും എനിക്കും ഏറ്റവും പ്രിയപ്പെട്ട ആ ഇടനെഞ്ചിലെ മറുകിൽ അമർത്തി ചുംബിച്ചിരുന്നു. അപ്പോഴും ആ ഇടനെഞ്ചിലെ മറുക് പറയാതെ പറയുന്നുണ്ടായിരുന്നു, ഇവൾ ഇച്ഛൻ്റെ പെണ്ണ് തന്നെ.
ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.